ഈ ത്രിവേണി സംഗമത്തിൽ ഇങ്ങനെ മുങ്ങി നിവർന്നാൽ തീരാത്ത പാപങ്ങളില്ല. ഇനിയൊരു പുനർജന്മവുമില്ല. ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം അനുഭവിച്ചറിയാവുന്ന മഹാകുംഭമേളയിൽ പങ്കെടുത്ത വിശേഷങ്ങളിലേക്ക്. ഷാർജ എയർപോർട്ടിലെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് വാരണാസിയിലേക്ക് പോകുവാനുള്ള വിമാനം എത്തിച്ചേർന്നു. ഉറ്റ സുഹൃത്തുക്കളായ അരുണും ഫാസിലുമാണ് ഈ യാത്രയിൽ എൻ്റെ ഒപ്പം. ഇതുവരെ നടത്തിയ യാത്രകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാത്രയാണിത്. ഒരു ആത്മീയ യാത്ര. അറബി നാട്ടിലെ അമ്പരചുംബികളായ നിർമ്മിതികൾക്ക് മുകളിലൂടെ ഞങ്ങളുടെ വിമാനം പറന്നുയർന്നു. ഏകദേശം 4 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. അതിഗംഭീരം എന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട ഒരു വിമാനത്താവളം. ലക്നൗ, അയോധ്യ എന്നീ വിമാനത്താവളങ്ങളാണ് പ്രയാഗ്രാജിനടുത്തുള്ള മറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. പുറത്തിറങ്ങിയ ഞങ്ങളെയും കാത്ത് ഒരു വൃദ്ധൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് വാരണാസിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്കുള്ള ഞങ്ങളുടെ സാരഥി. വൃദ്ധൻ പേര് പറഞ്ഞപ്പോൾ ഫാസിലൊന്ന് ഞെട്ടി. കിളവൻ എന്നെ തെറി വിളിച്ചെന്നാണ് തോന്നുന്നത് എന്നൊരാത്മഗതവും. ഞങ്ങൾ ആളിനെ ഒന്ന് അടിമുടി നോക്കി. വായിൽ വേണ്ടത്ര പല്ലുകളില്ല. തലയിൽ വാലുപോലെ ഒരു കുടുമി. മൗര്യൻ ചാച്ച. വായിൽ വേണ്ടത്ര പല്ലുകളില്ലാത്തതിനാൽ നേരത്തെ പറഞ്ഞത് മാറിപ്പോയതാണ്. ഫാസിലിൻ്റെ വാടിയ മുഖം വിടർന്നു. പല്ലുകളൊന്നും തന്നെ ഇല്ലെങ്കിലും അതിമനോഹരമായ പുഞ്ചിരി, വാതോരാതെ സംസാരം. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചാച്ചയുമായി അടുത്തു. വഴിയരികിലെ ഒരു വൃത്തിഹീനമായ ചായക്കടയിൽ നിന്നും ഒരു മൺപാത്രത്തിൽ മസാല ചായയും കുടിച്ച് ഞങ്ങൾ പ്രയാഗ്രാജിലേക്കുള്ള യാത്ര തുടങ്ങി. ദീർഘമായ യാത്ര, മികച്ച റോഡുകൾ. ഏകദേശം 135 കിലോമീറ്റർ ദൂരം സാധാരണ 2-3 മണിക്കൂർ കൊണ്ടാണ് എത്താറുള്ളത്. എന്നാൽ മഹാകുംഭമേള നടക്കുന്ന സമയമായതിനാൽ എന്താവുമെന്നറിയില്ല. യാത്ര തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മൗര്യൻ ചാച്ച ഒരു മികച്ച ഡ്രൈവർ മാത്രമല്ല, ആളൊരു ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പല്ലില്ലാത്ത പുഞ്ചിരി തൂകി ഞങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഉത്തർപ്രദേശ് പോലീസിനെ വരെ ചാച്ച തള്ളയ്ക്കും വിളിക്കുന്നുണ്ട്. അങ്ങനെ 3 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ കുംഭനഗരിയുടെ പ്രാന്തത്തിൽ എത്തിച്ചേർന്നു. അതിമനോഹരമായ കാഴ്ച, വർണ്ണാഭമായ വിളക്കുകൾ, വഴിയരികിൽ ത്രിവർണ പതാകയെ അനുസ്മരിപ്പിക്കുന്ന വഴിവിളക്കുകൾ. കുറച്ചു സമയം ആ കാഴ്ചകളൊക്കെ കണ്ടുനിന്ന ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പെട്ടെന്ന് തന്നെ ഹോട്ടലിൽ എത്തിച്ചേർന്നു. ചെക്ക് ഇൻ ചെയ്ത് ലഗേജൊക്കെ റൂമുകളിൽ വെച്ച് പാസ്പോർട്ട് മാത്രം എടുത്ത് പുറത്തേക്കിറങ്ങി. യാത്രയുടെ ആലസ്യത്തിൽ ചാച്ച അവിടെ വിശ്രമിക്കുന്നുണ്ടായിരുന്നു. വഴികളൊക്കെ ഏറെക്കുറെ വിജനമാണ്. പ്രയാഗ്രാജിലെ രാംബാഗ് എന്ന റെയിൽവേ സ്റ്റേഷന് അടുത്തായാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇലക്ട്രിക് റിക്ഷകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് പ്രയാഗ്രാജ്. പ്രയാഗ്രാജിൽ ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും ഒന്ന് നോക്കിക്കണ്ട് വിലയിരുത്തി കുറച്ച് സമയത്തെ ചുറ്റിത്തിരിയലിന് ശേഷം ഞങ്ങളൊരു ഇലക്ട്രിക് റിക്ഷയിൽ തന്നെ ഹോട്ടലിലേക്ക് മടങ്ങി. രാവിലെ 7 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ രാത്രി 11:30 ആയിരിക്കുന്നു. എല്ലാവർക്കും നല്ല ക്ഷീണം. വേഗം തന്നെ ഉറക്കത്തിലേക്ക് കണ്ടു. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ മൂവരും ത്രിവേണി സംഗമത്തിലേക്ക് ജലമാർഗം പോകുവാനായി യമുനാ നദിക്കരയിലുള്ള ഒരു ബോട്ട് ക്ലബിൽ എത്തിച്ചേർന്നു. അതിഗംഭീരമായ ഒരു കാഴ്ചയാണിവിടെ. ഉദയസൂര്യന്റെ പശ്ചാത്തലത്തിൽ ന്യൂ യമുന ബ്രിഡ്ജ് എന്ന നൈനി ബ്രിഡ്ജും 100 കണക്കിന് ചെറുതും വലുതുമായ വള്ളങ്ങളും. ഫാസിൽ മുന്നിൽ തന്നെ ഒരു കാരണവരെ പോലെ ഓടി നടന്ന് വിലപേശി ഞങ്ങൾക്ക് മൂവർക്കും മാത്രമായി ഒരു ബോട്ട് സംഘടിപ്പിച്ചു. തുടക്കത്തിൽ 6000 രൂപ പറഞ്ഞ ബോട്ട് 2500 കിട്ടി. അങ്ങനെ ഫാസിൽ സംഘടിപ്പിച്ച ബോട്ടിൽ ഞങ്ങൾ ത്രിവേണി സംഗമ ഭൂമിയെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചാണ് ഞങ്ങളുടെ യാത്ര. ലല്ലുഭായിയും മോട്ടുവുമാണ് ഞങ്ങളുടെ ബോട്ടിൻ്റെ സാരഥികൾ. ചുറ്റും അതിഗംഭീരമായ കാഴ്ചകൾ. UP പോലീസിൻ്റെ നിരവധി പട്രോളിംഗ് ബോട്ടുകളും ചുറ്റുമുണ്ട്. കുംഭമേള എന്ന് കേട്ടപ്പോഴേ ചാടി പുറപ്പെട്ടെങ്കിലും ഫാസിലിനൊരു ചെറിയ ഭയം ഉള്ളിലുള്ള പോലെ എനിക്കും അരുണിനും തോന്നി. ഫാസിൽ എരുമന്താനത്ത് ഇസ്മയിൽ എന്ന് പേരുള്ള ടിയാൻ ഇവിടെ സ്വയം പരിചയപ്പെടുത്തുന്നത് മിസ്റ്റർ എരുമന്താനം എന്നാണ്. കേരളത്തിലെ ഒരു പ്രബലമായ നായർ തറവാട്ടിലെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരു ആളിനെ പോലെ. അതിൻ്റെ കാരണം ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കും അത് യുക്തമായി തോന്നി.
ഉദയസൂര്യൻ ഒരുക്കിയ അതിഗംഭീരമായ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ബോട്ട് യാത്ര ഒരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. സൈബീരിയൻ ഗൾ എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് പക്ഷികൾ ഈ യാത്രയിൽ ഞങ്ങളെ പൊതിഞ്ഞു. 100 കണക്കിന് ചെറുതും വലുതുമായ വള്ളങ്ങൾ ത്രിവേണി സംഗമ ഭൂമിയെ ലക്ഷ്യമാക്കി ഞങ്ങൾക്കൊപ്പം ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. മഹനീയമായ സംസ്കൃതി കൊണ്ട് സമ്പന്നമായ നമ്മുടെ രാജ്യം 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയിലൂടെ വീണ്ടും ലോകശ്രദ്ധ നേടിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക സാംസ്കാരിക സംഗമമെന്ന് യുനെസ്കോ സാക്ഷ്യപ്പെടുത്തിയ കുംഭമേള ഗംഗ യമുന സരസ്വതി സംഗമ ഭൂമിയായ പ്രയാഗ്രാജിൽ ജനുവരി 13 പൗഷ് പൗർണമി ദിനം മുതൽ ഫെബ്രുവരി 26 മഹാശിവരാത്രി വരെ നീളുന്നു. 45 കോടിയിൽ പരം ആൾക്കാരെയാണ് ഈ മഹാകുംഭമേളയിൽ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ മെല്ലെ മെല്ലെ ആ പുണ്യ ത്രിവേണി സംഗമത്തിലേക്ക് അടുത്തടുത്തു ചെന്നു. ബോട്ടുകളുടെ എണ്ണവും അതിനൊപ്പം ഏറി വന്നു. ചില ബോട്ടുകൾ ഞങ്ങളുടെ ബോട്ടിനെ വന്ന് തട്ടുകയും മുട്ടുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഏറെ നാളായി മനസ്സിൽ അത്ഭുതത്തോടെ കാത്തിരുന്ന ആ ത്രിവേണി സംഗമത്തിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഈ തിരക്കിനിടയിൽ അവിടെ എങ്ങനെ എത്തിച്ചേരും അറിയില്ല.